ചികിത്സാ രംഗത്തെ അശാസ്ത്രീയ പ്രവണതകളെ എതിർത്ത് തോൽപ്പിക്കുന്ന ശീലമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന ഡോക്ടർമാരുടെ സംഘടന എക്കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന രോഗത്തെക്കുറിച്ചോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ കാര്യമായ ചർച്ചകളൊന്നും തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ സംസാരിച്ച കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിമാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇക്കാലം വരെ ഇത്തരത്തിൽ ഒരു രോഗത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. പെരിനാറ്റൽ സൈക്കോസിസ് വിഷയത്തിൽ IMAയുടെ നിലപാട് എന്താണെന്ന് അറിയാം. പെരിനാറ്റൽ സൈക്കോസിസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ഇതിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കാണെങ്കിലും വർഷങ്ങളോളം തടവും വിചാരണകളും ഒക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേരളം പോലുള്ളൊരു സംസ്ഥാനം? ഈ പെരിനീറ്റൽ മോർട്ടാലിറ്റി പെരിനീറ്റൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസും പെരിനീറ്റൽ ഇത്തരം മാനസികാരോഗ്യ രംഗവുമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സംവിധാനം ലോകത്തെമ്പാടും തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നമുക്ക് പലപ്പോഴും ഇത്തരം വ്യക്തികളെ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാനോ അവരെ ഒന്ന് അസസ് ചെയ്തതിന് ശേഷം ഈവൻ ഡ്യൂറിങ് ഡെലിവറി ആൻഡ് പോസ്റ്റ്മോർട്ടം പീരീഡിൽ അവർക്ക് വേണ്ട അഡിക്വേറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കാനുള്ള സംവിധാനത്തിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റുകൾ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു വളരെ ബേസ്ഡ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഡെത്തുകൾ ഒഴിവാക്കാനും ഒരു മർഡറുകൾ ഒഴിവാക്കുവാനും അവരുടെ ഭാവി ജീവിതത്തെ തന്നെ മാറുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിലേക്ക് നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. പെരിനാറ്റൽ സൈക്കോസിസ് ഡോക്ടർമാർ ഇപ്പോൾ ഞാൻ അഡ്രസ്സ് ചെയ്ത 2-3 സ്ത്രീകൾ പറയുന്നത് അവർ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ ചേഞ്ചസ് ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അന്ന് രാത്രിയൊക്കെ കുഞ്ഞുങ്ങളെ കൊന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റുകൾ അവർ ആ ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് പറഞ്ഞ് അവഗണിച്ച് ആ രാത്രി പോലും സംഭവങ്ങൾ നടന്നത്. ഡോക്ടർമാർ ഇതേക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല എന്നുള്ളതാണോ? അബ്സല്യൂട്ട്ലി അല്ല. ഈ ഡോക്ടർമാർക്ക് ഈ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് ഈ എല്ലാ രോഗികളെയും തിരക്ക് പിടിച്ച OPകൾക്കകത്തും അല്ലെങ്കിൽ ധാരാളം രോഗികളെ കാണേണ്ടി വരുന്ന അവസ്ഥയിലുമൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ ഗൈനക്കോളജിസ്റ്റിന് ഒരു പക്ഷേ ഇത്തരം ഒരു രോഗ രീതിയെ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരുപക്ഷെ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലും പലപ്പോഴും നമുക്ക് ഇത്തരം മരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളോ തടയപ്പെടണമെന്നില്ല. പക്ഷെ നമുക്കൊരു പരിധിവരെ ആ കാര്യങ്ങളിൽ ഇൻ്റർവ്യൂൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഈ കാര്യത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെയിനിങ് ഇത്തരം ഗൈനക്കോളജിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇത്തരം ആരോഗ്യ പ്രവർത്തകർക്കും ഈ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അവബോധമുണ്ടാവുകയും രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും വീട്ടുകാർക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലുള്ള ആൾക്കാർക്കും വീട്ടിലെ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഇതൊരു ഒരു ദുഷ്ടതയായിട്ട് ക്രൂരതയായിട്ട് കാണുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഭാഗമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യുന്ന രീതി ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പെരിനാറ്റൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സൈക്കോസിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നാൽ ഈ സ്ത്രീകളെ എന്നേക്കുമായി സമൂഹം ഒറ്റപ്പെടുത്തുന്നു, കുടുംബം ഒറ്റപ്പെടുത്തുന്നു, ഒപ്പം ഭർത്താവിനാൽ വേർപെടുത്തുകയും ചെയ്യുന്നൊരു സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ്. കാരണം ഒട്ടും അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലുള്ള ഇതിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു എലിപ്പനിയാണെങ്കിൽ കോവിഡിനൊക്കെ വലിയ രീതിയിൽ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബോർഡ് പോലും നമ്മുടെ ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ കോളേജുകളിലോ ഒന്നും വെക്കാത്തത്? അബ്സല്യൂട്ട്ലി ഇത് സ്പോട്ട് ഓൺ ആണ്. കാരണം ഈ കാര്യത്തെക്കുറിച്ച് പബ്ലിക്കിനും പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും കൂടുതൽ അവയർനെസ് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇതൊരു രോഗമായി കാണുവാനുള്ള അല്ലെങ്കിൽ രോഗമാണെങ്കിൽ ചികിത്സിച്ച് മാറ്റുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിന് പകരം അവരെ ഒറ്റയടിക്ക് ഒരു കൊലപാതകിയെന്നോ അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്കോ മുദ്രകുത്തപ്പെടുന്നത് നിർഭാഗ്യകരമാണ്. മറ്റൊരു വശവും കൂടിയുണ്ട്. ഇത്തരം തീർച്ചയായിട്ടും ഇത് ബാധിക്കുന്ന ബഹുഭൂരിപക്ഷവും വനിതകളുടെ ഇത്തരം ഒരു കാര്യത്തിൽ വളരെ സഹതാപപൂർവമായ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുസമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് ബ്യൂറോക്രസിയിൽ നിന്നും മറ്റ് ഭരണാധികാരികളിൽ നിന്നും ഒരുപക്ഷെ കോടതികളിൽ നിന്നും നിയമ വ്യവസ്ഥയിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ ആദ്യം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഞാൻ ഈ കോവിഡിന് മുമ്പാണെങ്കിൽ പ്രഷറുണ്ടോ ഷുഗറുണ്ടോ അത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നോക്കി, കോവിഡിന് ശേഷമാണെങ്കിൽ കോവിഡും കൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവർ ആ ബ്ലീഡിങ്ങോടെ ജയിലിലേക്ക് അയച്ച ഗുരുതരമായ നിയമ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവകാശ പ്രവർത്തനങ്ങളൊക്കെ അവകാശ ലംഘനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരുപക്ഷെ ഡോക്ടർമാർക്ക് അത് അനാലിസിസ് ചെയ്യാൻ
സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പോലീസ് അതിന് മുൻഗണന കൊടുക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാമോ? നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസൃതമായ കാര്യങ്ങൾ ചെയ്യുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്നതാണ് വസ്തുത. പലപ്പോഴും പല നിയമങ്ങൾ പല കാര്യങ്ങളിലും അതിപ്പോൾ ഈവൻ നമ്മുടെ ഡിസബിലിറ്റിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അംഗവൈകല്യത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മുതൽ പല കാര്യങ്ങളും മാനസിക രോഗങ്ങളും വരെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും നിയമവ്യവസ്ഥയിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ കേരളത്തിലെ വളരെ നല്ല ആരോഗ്യ സംവിധാനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതി കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇത്തരം കാര്യങ്ങളിലും നിയമ സംവിധാനങ്ങൾക്കിടെ ഒരു പുനർവിചാരണ പുനർചിന്തനം ഉണ്ടാകണം. എക്സിസ്റ്റിംഗ് നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകണം. നമുക്കൊരു ഇൻഫൻറ്റിസൈഡ് ആക്ട് നിലവിലില്ലാത്തത് കൊണ്ട് മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചത്? അതല്ലെങ്കിൽ നമ്മൾ ആരോഗ്യ സൂചികയിൽ നമ്പർ 1 ലോകത്ത് എന്ന് പറയുമ്പോഴും അതിൽ പിന്നെ ഡോക്ടർമാർ അല്ലെങ്കിൽ സർക്കാരിന് നൽകേണ്ട മുന്നറിയിപ്പുകൾ അവർ അവഗണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അതിൽ അസ്വസ്ഥതയാവേണ്ട കാര്യമില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിനർത്ഥം ഇവിടം കേരളത്തിലെ എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും കുറ്റമറ്റതാണ്, ഏറ്റവും ഉയർന്നതാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊരു വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്തുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇതുപോലുള്ള പല മേഖലകളിലും നമുക്ക് റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ആവശ്യമുള്ള നിയമനിർമ്മാണത്തിലും അല്ലാതെയും നമുക്ക് മോഡിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. അതിൽ കാലോചിതമായ മാറ്റങ്ങളും മോഡിഫിക്കേഷൻസും പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനെ കേരള മോഡലിനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന ഒരു സംവിധാനം എപ്പോഴും എല്ലാ തലങ്ങളിലുമുണ്ട്. എല്ലാ മാധ്യമ തലങ്ങളിലും മാത്രമല്ല സമൂഹത്തിലുമൊക്കെ ഉണ്ട്. കേരള മോഡലിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കുള്ളതാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നില. ലോകത്ത് തന്നെ നമ്പർ 1 എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇതൊരു ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഡോക്ടർമാർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കാലാകാലങ്ങളിലായ മെഡിക്കൽ സെമിനാറുകളിലും കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലും ഒക്കെ തന്നെയും പലതരത്തിലുള്ള ഇതിനകത്ത് വേണ്ട ചർച്ചകൾ നടത്തുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ട സൂചനകൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ നടപടികൾ എടുക്കുവാൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മറ്റ് വിവിധ ഡോക്ടർമാരുടെ ചുമതല എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ജനറൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവബോധം ഭരിക്കുന്ന ആൾക്കാർക്ക് കൂടി നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഡോക്ടർമാർക്കുണ്ട്. അത് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഒറ്റയടിക്ക് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിലേത് തരത്തിൽ ഈ സിസ്റ്റം എങ്ങനെയാണ് റാഡിക്കലായിട്ട് ചേഞ്ചസ് വരണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിക്കുക? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഉണ്ടാകേണ്ടത് ഈ കാര്യത്തെക്കുറിച്ചുള്ള അവയർനെസ് ആണ്. അവയർനെസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി പ്രശ്നങ്ങളും ഉണ്ടാകും. അവയർനെസ് ആദ്യം ഉണ്ടാകേണ്ടത് പൊതുസമൂഹത്തിലാണ്. ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു വരികയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അവബോധം ഉണ്ടാകേണ്ടത് അമ്മമാരിലാണ്, സ്വയം ഗർഭിണികളിലാണ്. ഇത്തരം ഒരു പോസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളത് ഒരു കാര്യം നാം മനസ്സിലാക്കണം. തേർഡ്, ഒരുപക്ഷെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. പിന്നെ ഡോക്ടർമാർക്ക് ഈ കാര്യങ്ങൾ ഡോക്ടർമാർക്ക് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവർക്കും, ഒരുപക്ഷെ ഡോക്ടറിനെക്കാട്ടിയും കൂടുതൽ ആശാ വർക്കേഴ്സും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫും ഒക്കെ തന്നെയാണ് ഈ രോഗിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അത്തരം ആൾക്കാരിലും ചേഞ്ചസ് മനസ്സിലാക്കുകയും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അടുത്ത ഘട്ടത്തിലെ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ട്രെയിനിങ് ഉണ്ടാകണം. അതിനു മുകളിലായിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ കാലോചിതമായ മാറ്റമുണ്ടാവുകയും സർക്കാർ അത്തരം കാര്യങ്ങളിലുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം വെച്ചാൽ ഡോക്ടർ ആ സമയത്ത് പരിശോധിക്കാത്തതുകൊണ്ട് തന്നെ അത് പെരിനാറ്റൽ സൈക്കോസിൻ്റെ ഭാഗമായിരുന്നോ എന്നറിയാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. അതിനെങ്ങനെ ഇനി ആ സ്ത്രീകൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും? കാരണം അവർ ഒരു ഭ്രാന്ത് വന്നു, അപ്പോൾ വീണ്ടും നമ്മളെ സമൂഹം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വീണ്ടും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു വല്ലാത്ത വ്യവസ്ഥിതിയാണ്. അതിനെങ്ങനെ ഓവർകം? അബ്സല്യൂട്ട്ലി. ഇത് തന്നെയാണ് നിയമത്തിലുണ്ടാകുന്ന നമ്മുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിയമത്തിലുണ്ടാകുന്ന ഒരു ലാക്കുണ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവിടെ ഉണ്ടാകുന്ന ചെറിയ അപാകതകൾ അത് മാറ്റപ്പെടണം. ഇത്തരം സ്ത്രീകൾക്കും ഒരുപക്ഷെ അവർ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെ ആ രീതിയിൽ തന്നെ അസസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ഒരുപക്ഷെ നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ മൂലമോ അല്ലാതെയുള്ള സംവിധാനങ്ങളിലോ ഉണ്ടാവണം. നിർഭാഗ്യവശാൽ പലതരത്തിലും ഈ മേഖലയിൽ മാത്രമല്ല, പലപ്പോഴും പല ആക്റ്റുകളും അതിൻ്റെ കൃത്യമായ രീതിയിൽ എന്താ പറയുക, ഒരു അനലൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് പലപ്പോഴും ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. IMA പോലുള്ള പ്രൊഫഷണൽ സംഘടനകൾ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന രോഗത്തിൻ്റെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ച് ഗുരുതരമായ കുറ്റകരമായ മൗനം പാലിച്ചതിൻ്റെ പ്രത്യാഘാതമാണ് പെരിനാറ്റൽ സൈക്കോസിസ് കൊലപാതകങ്ങൾ എന്ന് നിസ്സംശയം പറയാം. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.